നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കര ടോളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദാ തദേവൂസിന്റെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ആളൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ റിമാൻഡിൽ. കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ മാനവിക ജനസദസ്സ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ടോൾ പിരിവ് നിർത്തിവച്ചിട്ടും ഫാസ്ടാഗിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസയിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം കുത്തിയിരിപ്പ് സമരം നടത്തി. ടോൾ ബൂത്തുകളിൽ വെച്ചിരുന്ന വീപ്പകൾ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. ഓഫീസ് ഉപരോധിച്ച് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നാഷണൽ ഹൈവേയിൽ ഇത്രയധികം ദുസ്സഹമായ സാഹചര്യത്തിൽ ഗതാഗത കുരുക്കുണ്ടായിട്ടും മണിക്കൂറുകളോളം നീണ്ടുനിന്ന് ഈ ഗ്രാമത്തിലുള്ളവരും ഇതിലൂടെ സഞ്ചരിക്കുന്നവരും ബുദ്ധിമുട്ടുമ്പോഴും കളക്ടർ ഈ ടോൾ നിർത്തിവെക്കണമെന്ന് ഉത്തരവിട്ടിട്ട് പോലും ഈ ടോൾ അധികൃതരുമായി ഇന്ന് യൂത്ത് കോൺഗ്രസ് ചർച്ച നടത്തി. അപ്പോൾ ഇവിടുത്തെ ചാർജുള്ള ജീവനക്കാരൻ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ ഉന്നത മേലധികാരികൾ അത് നോക്കിക്കോളും, കളക്ടറുടെ ഉത്തരവ് ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങളുടെ ഉന്നത മേലധികാരികൾ അത് നോക്കുമെന്നുള്ള അങ്ങേയറ്റ ധാർഷ്ട്യത്തോടെയാണ് യൂത്ത് കോൺഗ്രസിനെ ഞങ്ങളോട് ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന തൃതീയ സോപാൻ ടെസ്റ്റ് ക്യാമ്പിനോടനുബന്ധിച്ചാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ബോയ്സ് ഹൈസ്കൂളിൽ എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ സന്തോഷ് ടിക്ക് ക്ലാസ്സിന് നേതൃത്വം നൽകി. ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ PG കൃഷ്ണനുണ്ണി, ഓർഗനൈസിംഗ് കമ്മീഷണർ KD ജയപ്രകാശ്, ചീഫ് എക്സാമിനർ മോഹൻദാസൻ PK എന്നിവർ നേതൃത്വം നൽകി. ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ക്ലാസ്സിന് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആൻഡ് CPA, ഗൈഡ്സ് വിഭാഗം ജില്ലാ കമ്മീഷണർ ഫൗസിയ PA, ഓർഗനൈസിംഗ് കമ്മീഷണർ KK ജോയ്സി, ചീഫ് എക്സാമിനർമാരായ ലക്ഷ്മി ദേവി RM, V ശ്യാമളകുമാരി, ചന്ദ്രമതി A തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരുമായി 900ഓളം പേർ പങ്കെടുത്തു. സ്വഭാവരീതിയെ മാറ്റുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ ദിനചര്യകൾ മാറ്റുവാൻ കഴിഞ്ഞാൽ, ആ രീതിയിലേക്ക് നമുക്ക് മാറുവാൻ കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാലത്തും സന്തോഷവാനും സമാധാനമുള്ളവരുമായിട്ടിരിക്കും. ആ 4 പോസിറ്റീവ് ഹോർമോണുകളാണ്. ഒന്ന് സെറോട്ടോണിൻ, ഒന്ന് ഓക്സിറ്റോസിൻ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഡോപാമിൻ, ഒന്ന് നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദാ തദേവൂസിന്റെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ഫാദർ സിൻഡോ നങ്ങണി, ഫാദർ ലിബിൻ മച്ചിങ്ങൽ, ഫാദർ ഡെൽബി തെക്കുംപുറം എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രസിദ്ധി വാഴ്ച, ലതീഞ്ഞ്, പാട്ടുകുർബാന, നൊവേന, പള്ളിചുറ്റി പ്രദക്ഷിണം, രൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവയുണ്ടായി. തിരുനാൾ ദിനമായ ബുധനാഴ്ച വൈകിട്ട് 4:30 നടക്കുന്ന പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് കൂട്ടാല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ടോണി മണക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവയും ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, നെല്ലായി സെൻറ്റ് മേരീസ് ഇടവകയിൽ വിശുദ്ധ യൂദാ ശ്ലീഹായുടെ നൊവേന തിരുനാൾ ആരംഭിച്ചു. ഊട്ടുതിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഊട്ടുതിരുനാൾ. എല്ലാവരെയും സ്നേഹത്തോടു കൂടി
വിശുദ്ധ യൂദാസ്ലിഹായുടെ ഊട്ടുതിരുനാളിൻ്റെ ക്രമീകരണങ്ങൾ, നാളത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ 4:30 വിശുദ്ധ കുർബാന, അതിനുശേഷം ഊട്ടുവെഞ്ചിരിപ്പ്, ഊട്ടുനേർച്ച. ഏകദേശം 4000-ഓളം പേർക്കാണ് ഞങ്ങൾ ഊട്ടുസദ്യ ഒരുക്കുന്നത്. കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ മാനവിക ജനസദസ്സ് സംഘടിപ്പിച്ചു. കശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭീകരവാദത്തിനെതിരായി CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെൻട്രൽ മാനവിക ജനസദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് CPIM ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, EK അനൂപ്, KR രാധാമണി, അൽജോ പുളിക്കൻ, PD നെൽസൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി സോമൻ, അശ്വതി ബിബി തുടങ്ങിയവർ സംസാരിച്ചു. മകൻ സ്വർണ്ണ മെഡൽ നേടിയതിൻ്റെ 25ാം വർഷത്തിൽ സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും സ്വർണ്ണ മെഡൽ നേടി പിതാവ്. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി പീണിക്ക അരവിന്ദനാണ് ദേശീയ സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. പഞ്ചാബിലെ മൊഹാലിയിൽ നടന്ന മത്സരത്തിലാണ് 70 വയസ്സ് കഴിഞ്ഞവരുടെ നീന്തൽ മത്സരത്തിൽ 1 സ്വർണ്ണ മെഡലും 2 വെള്ളി മെഡലും ഈ 71കാരൻ കരസ്ഥമാക്കിയത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് ലെവലിൽ പോയി തൃശ്ശൂർ മലപ്പുറത്ത് പോയി ഒരു ഗോൾഡും 2 സിൽവറും നേടിയത്. അങ്ങനെയാണ് ഇൻ്റർനാഷണലിലേക്ക് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ ഏപ്രിൽ 6-7 തീയതികളിൽ പഞ്ചാബ് മൊഹാലിയിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് വീണ്ടും 1 ഗോൾഡും 2 സിൽവറും നേടാൻ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ മകനായ ഹേമന്ത് 2000-ൽ സ്കൂൾ അത്ലറ്റിക്സിൽ 4 സ്വർണ്ണ മെഡൽ നേടി ചാമ്പ്യനായിരുന്നു. ഇതിൻ്റെ 25ാം വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് പിതാവും മെഡലുകൾ വാരിക്കൂട്ടുന്നത്. വീടിന് സമീപത്തുള്ള ചിറയിലായിരുന്നു ആദ്യ നാളുകളിൽ അരവിന്ദിൻ്റെ നീന്തൽ പരിശീലനം. തുടർന്ന് ജോലി സംബന്ധമായി 40 വർഷത്തോളം വിദേശത്തായിരുന്നു. നാട്ടിൽ സ്ഥിരതാമസമാക്കിയതിനു ശേഷം ചാലക്കുടിയിലെ സ്വകാര്യ ക്ലബ്ബിൽ ദിവസവും നീന്തൽ പരിശീലനം നടത്തുന്നതിനിടയിലായിരുന്നു സംസ്ഥാന ഗെയിംസിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 1 സ്വർണവും 2 വെള്ളിയും കരസ്ഥമാക്കിയ അരവിന്ദൻ ഇവിടെ നിന്നാണ് മെഡൽ വേട്ടയ്ക്ക് തുടക്കമിടുന്നത്. ഹിൽസയും ഹൽഷയുമാണ് മറ്റു മക്കൾ. വസന്തകുമാരിയാണ് ഭാര്യ. തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2025ൻ്റെ ഭാഗമായി സജ്ജീകരിച്ച ഇലക്ഷൻ പവലിയൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഇലക്ഷൻ ഓഫീസും തൃശ്ശൂർ സ്വീപ് സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രലും ചേർന്നാണ് ഇലക്ഷൻ പവലിയൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇലക്ഷൻ ആർക്കൈവുകൾ, ഇന്ത്യൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സുപ്രധാന വ്യക്തിത്വങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഫോട്ടോ എക്സിബിഷൻ, ഇലക്ഷൻ ബോധവൽക്കരണ ഡെസ്ക്, ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഡെസ്ക്, വോട്ടർ രജിസ്ട്രേഷൻ ഡെസ്ക്, 2024 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് റീക്യാപ്പ് വിഷയമായ ഡിജിറ്റൽ എക്സിബിഷൻ, ഇലക്ഷൻ ബോധവൽക്കരണ മത്സരങ്ങൾ എന്നിവ പവലിയൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസമായ മെയ് 5 വരെ പവലിയൻ പ്രദർശനം തുടരും. ആളൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ റിമാൻഡിൽ. 5000 രൂപ കടം ചോദിച്ചത് കൊടുക്കാത്തതിനുള്ള വിരോധത്തിൽ കലറ്റുംകര വടക്കേ തലയ്ക്കൽ വീട്ടിൽ 30 വയസ്സുള്ള ഷാഹിൻ ഷായെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ആളൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2 പേരെ കോടതി റിമാൻഡ് ചെയ്തു. തിരുത്തിപ്പറമ്പ് തച്ചനാടൻ വീട്ടിൽ 34 വയസ്സുള്ള ജയൻ, തിരുത്തിപ്പറമ്പ് കൊല്ലംപറമ്പിൽ വീട്ടിൽ 33 വയസ്സുള്ള അഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ആളൂർ സബ് ഇൻസ്പെക്ടർ M അഫ്സൽ, സബ് ഇൻസ്പെക്ടർമാരായ സാബു, സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലിജോ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരികൃഷ്ണൻ, അരുൺ, അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വണ്ണംപേട്ട പച്ചളിപ്പുറത്ത് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. പച്ചളിപ്പുറം സ്വദേശി അറക്കൽ വീട്ടിൽ 30 വയസ്സുള്ള വിശാഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കല്ലൂർ മാവിൻ ചുവട് സ്വദേശി ജിത്തു എന്ന് അറിയപ്പെടുന്ന ജിതിൻ ലാൽ 36 വയസ്സ്, എടതിരിഞ്ഞി സ്വദേശി പുതുപ്പള്ളി വീട്ടിൽ നസ്മൽ 23 വയസ്സ്, കല്ലൂർ ആദൂർ സ്വദേശി ചിട്ടിയാട്ട് വീട്ടിൽ മിഥുൻ, കുട്ടൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബിഥുൻ 35 വയസ്സ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിഥുനെതിരെ 1 വർഷം മുമ്പ് വിശാഖ് പോലീസിൽ പരാതി കൊടുത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് ജിതിൻ ലാലും നസ്മലും മിഥുനും ചേർന്ന് കഴിഞ്ഞ ദിവസം വിശാഖിൻ്റെ പച്ചളിപ്പുറത്തുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപൻ, ലിയാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ നിധീഷ്, പ്രശാന്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെള്ളം ചാരുതയാ നിറഞ്ഞു നീപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കര ടോളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദാ തദേവൂസിന്റെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ആളൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ റിമാൻഡിൽ. കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ മാനവിക ജനസദസ്സ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.